മരിക്കുമെന്നില്ല പേടി എന്താ? പഠിച്ചോനെ ഞാൻ മരിച്ച മക്കളുണ്ടാക്കുക, മക്കളൊന്നും പഠിച്ചോ നോക്കിക്കോളൂ. നമുക്ക് തുറന്ന് പഠിച്ചോ തന്നെ മക്കൾക്കും തുറന്നത്. ഒരു ബേജാറും വേണ്ട. നമ്മളതാ ബേജാറ്. ഞാൻ ഇല്ലാണ്ടായ എന്റെ ഭാര്യ മക്കളുണ്ടാക്കുമോ, ഞാൻ കബറിൽ പോയി കിടക്കുമ്പോൾ എന്റെ അവസ്ഥ ഉണ്ടാവും. ഇതല്ല നമ്മുടെ ബേജാറ്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഫാത്തിമ ബീവി പറയാണ്, എന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ തുറന്നിട്ട കട്ടില കൊണ്ടുപോയി. അക്കാലത്ത് എന്റെ ശരീരത്തിന്റെ വർണ്ണം വരുമ്പോ ആളുകൾ കാണൂലേ? അതുകൊണ്ട് അറിയാതെ നിങ്ങളെ ഭർത്താവ് എന്ന നിലയ്ക്ക് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കണ്ടാൽ മതി എന്നെ, നിങ്ങൾ കണ്ടാൽ മതി, വേറൊരു അന്യപുരുഷൻ കാണരുത്. അതുകൊണ്ട് എന്റെ മയ്യത്ത് കൊണ്ടുപോകുന്ന കട്ടിലിനെ മൂടി വെക്കണേ. സുബ്ഹാനല്ലാഹ്. രണ്ടാമത് അവിടുന്ന് പറഞ്ഞു, ജനാസ കട്ടിലിൽ കൊണ്ടുപോകുമ്പോ അന്യപുരുഷന്മാരെ കാണുന്നതിന് പരിഹാരം പിന്നെയും ഫാത്തിമ ബീവി ആലോചിക്കാൻ എപ്പോഴെങ്കിലും കാണുമോ? അങ്ങനെ ആ ഫാത്തിമ ബീവി പറഞ്ഞത്, ഏത് കട്ടിലിൽ കൊണ്ടുപോയാലും അവസാനം കവറിലെ കണ്ട് ഇറക്കി വെക്കുന്ന സമയത്ത് കട്ടിലിൽ നിന്ന് എടുക്കും ഇല്ലേ? കവറിലേക്ക് ഇറക്കി വെക്കുന്ന സമയത്ത് കട്ടിലിൽ നിന്ന് മയ്യത്തെടുക്കും. അപ്പൊ കണ്ടാലോ? ഫാത്തിമ ബീവി പറഞ്ഞു, ഞാൻ പകലിൽ വഫാത്തായാലും രാത്രി വഫാത്തായാലും എന്നെ രാത്രിയെ മറവ് ചെയ്യാൻ പാടുള്ളൂ. ഇക്കാലത്തുള്ള മോഡൽ വെളിച്ചൊന്നും വന്നില്ല, ചെറിയ വിളക്കിന്റെ വെളിച്ചം മാത്രമുള്ള കാലം. എന്നെ രാത്രി മറവ് ചെയ്താൽ മതി. ഫുഖഹാക്കളുടെ ഇടയിൽ ചർച്ചയുണ്ട്, രാത്രി മറവ് ചെയ്യൽ കറാഹത്തുണ്ടോ ഇല്ല എന്ന് പറയാനുള്ള കാരണം ഫാത്തിമ ബീവിയുടെ വസിയത്താണ് അവർ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഫാത്തിമ ബീവി വഫാത്തായപ്പോൾ അവിടെയാണ് നമ്മൾ ഏറെ പ്രാധാന്യത്തോടെ മനസ്സിലാക്കേണ്ടത്. ഈ രണ്ട് കാര്യങ്ങളും പലപ്പോഴും നമ്മൾ കേട്ടവരാണ്. എന്നാൽ ഫാത്തിമ ബീവി വഫാത്തായി. ആ ഫാത്തിമ ബീവിയുടെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പന്തലിലേക്ക് എടുത്തിട്ടുണ്ട്. ആ പന്തലിൽ വെച്ച് മഹദിയുടെ മയ്യത്ത് ഇങ്ങനെ കുളിപ്പിക്കുമ്പോഴാണ് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവിടുന്ന് ആ പന്തലിലേക്ക് കയറാൻ ചെല്ലുന്നു. ഫാത്തിമ ബീവിയുടെ മയ്യത്ത് കുളിപ്പിക്കുന്ന പന്തലിലേക്ക് ആയിഷ ബീവി കയറാൻ നോക്കുമ്പോ ആ പന്തലിന്റെ വാതിൽ കൈ നീക്കുന്ന ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീ ആയിഷ ബീവിയെ തടഞ്ഞു വെക്കുന്നു. ഇങ്ങോട്ട് കയറാൻ പാടില്ല. ആരെയാ തടയുന്നത്? റസൂലുള്ളാഹിന്റെ ഭാര്യ മാത്രമാണോ? ഹിയ ഹബീബത്തുഹു വ സൗജത്തുഹു. റസൂലുള്ളാഹിന്റെ ഭാര്യയും ഏറ്റവും സ്നേഹനിധിയായ മുത്തുനബിയുടെ ഹബീബത്തുമായ ആയിഷ ബീവിയെ തടഞ്ഞു വെക്കുന്നത്. ആരുടെ മയ്യത്താ പന്തലിന്റെ ഉള്ളിലുള്ളത്? റസൂലുള്ളാഹിന്റെ പൊന്നുമോളുടെ മയ്യത്താണല്ലോ. ആയിഷ ബീവി കയറിയാൽ എന്താ കുഴപ്പമുള്ളത്? ഒരു കുഴപ്പവും വരാനില്ല. എന്നാലും ആയിഷ ബീവി കയറാൻ സമ്മതിക്കുന്നില്ല. അപ്പോഴാണ് ആയിഷ ബീവി സങ്കടത്തോടെ ചോദിക്കുന്നത്,
സ്വർഗത്തിലെ നമ്മളുടെ പെൺകുട്ടികളെ വേണ്ടേ, നമ്മളുടെ ആൺമക്കളെ വേണ്ടേ, എന്നെല്ലാം നമുക്കൊന്ന് വേണ്ടേ. ഹയാവോടെ ജീവിച്ചോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം പറയാൻ നിന്നാൽ 30 നോമ്പ് മതിയാവില്ല. അത്ര വിശാലമായ ലോകമാണ് മുത്തുനബി. അല്ലാഹുവേ, വളരെ കുറച്ചേ നിങ്ങൾ മുത്തുനബിയുടെ ജീവിതം ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ. എന്നാലും പറഞ്ഞത് നിന്റെ ഹബീബിനെയാണ്, ഞങ്ങളെ നേതാവിനെയാണ്. അല്ലാഹ്, ഞങ്ങളെ നീ ഹായിബാക്കല്ലേ റഹ്മാനെ, ഞങ്ങളെ നീ ഹായിബാക്കല്ലേ അല്ലാഹ്. നോമ്പുകാരായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ നേതാവിനെ കുറിച്ച് സംസാരിച്ചത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഖൽബിനുള്ള മഹബത്ത് നൽകണേ റഹ്മാനെ, ഖൽബിനുള്ള മഹബത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ മജ്‌ലിസിനെ നീ ഖബൂലാക്കി തരണേ റഹ്മാനെ. അല്ലാഹ്, മരിക്കുന്നതിന്റെ മുമ്പ് ഒരു തവണയെങ്കിലും മുത്തുനബിയെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് കാണിച്ചു തരണേ അല്ലാഹ്. എത്രയോ ആളുകൾ റസൂലുള്ളാഹിനെ കണ്ടു എന്ന് സന്തോഷം പറയുമ്പോ അല്ലാഹുവേ, തങ്ങളെ കാണാൻ ഭാഗ്യമില്ലാത്തവരായി ഞങ്ങളെ നീ മരിപ്പിച്ചു കളയല്ലേ റഹ്മാനെ. മുത്തുനബി ജനിച്ച കാലത്ത് ഞങ്ങൾ ജനിച്ചിട്ടില്ല. മുത്തുനബി ജനിച്ച മക്കയിലോ അവിടുന്ന് അന്തിയുറങ്ങുന്ന മദീനയിലോ ഞങ്ങൾക്ക് ജീവിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല. അല്ലാഹുവേ, തങ്ങൾ ജനിച്ച നാട്, അവിടുന്ന് കിടക്കുന്ന മദീന, ആ നാട് പോലും കാണാൻ അവസരമില്ലാത്ത ഹതഭാഗ്യരാക്കി ഞങ്ങളെ നീ മാറ്റല്ലേ റഹ്മാനെ. പലതവണ മദീനയിൽ നീ ഞങ്ങൾ എത്തിച്ചു തരണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ല ആത്മാർത്ഥമായിട്ടൊരു 3 സ്വലാത്ത് മദീന മുനവ്വറയിൽ മുത്തുനബിയുടെ നോട്ടം കിട്ടാൻ എന്ന ലക്ഷ്യം മാത്രം മനസ്സിൽ വെച്ച് ഒരു 3 സ്വലാത്ത് ചൊല്ലി ചെറിയൊരു ദുആ നടത്തിയിട്ട് നമുക്ക് പിരിയാം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت فلك الحمد ولك الشكر حتى ترضى. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. رحمن الملك الجبار يا الله, ഞങ്ങളെ മജ്‌ലിസിനെ നീ കബൂലാക്കണം റഹ്മാൻ. സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനേ, ഞങ്ങൾ ഇതുവരെ നോമ്പ് നോറ്റ് ഇഅ്തികാഫിന്റെ നിയ്യത്തോടെ നിന്റെ പള്ളിയിൽ ഇരുന്ന് സംസാരിച്ച് നിന്റെ ഹബീബിനെ കുറിച്ചാണല്ലോ, ഞങ്ങളെ നേതാവിനെ കുറിച്ചാണല്ലോ. അല്ലാഹ്, ഞങ്ങളെ പറഞ്ഞതിലോ കേട്ടതിലോ ഇരുന്നതിലോ വല്ല ന്യൂനതയും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് നൽകണേ റഹ്മാനെ. റസൂലുള്ളാഹി പറയുന്ന സ്ഥലത്ത് ഇരിക്കേണ്ട കോലത്തിലാണോ ഇരുന്നത് എന്ന് അറിയില്ല, പറയേണ്ട കോലത്തിലാണോ പറഞ്ഞത് എന്ന് അറിയില്ല. തങ്ങളെ മുഖത്തേക്കൊന്ന് നേരിട്ട് നോക്കാൻ പോലും സ്വഹാബത്തിന് വല്ലാത്ത പേടിയായിരുന്നു എന്ന് ഞങ്ങളെ പഠിച്ചവരാണ്. അല്ലാഹുവേ, ഞങ്ങൾ ആഖിറുസ്സമാനിൽ ചണ്ടിച്ചവറുകളാണ്, ഈമാൻ വളരെ കുറവുള്ളവരാണ്. അല്ലാഹ്, ഞങ്ങളിൽ വല്ല നുക്സാനുകളും സംഭവിച്ചു
ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം പരിഹരിച്ച് നീ സ്വീകരിക്കണേ റഹ്മാനേ, സ്വീകരിക്കണേ അല്ലാഹുവേ. റസൂലുള്ളാഹി പറഞ്ഞ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കി തരണം റഹ്മാൻ. അല്ലാഹ് ഞങ്ങളുടെ നാവ് കൊണ്ടൊക്കെ മുത്തുനബിയെ പറയാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല. അല്ലാഹുവേ ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ മാപ്പ് നൽകണേ റഹ്മാനേ. പരിശുദ്ധ റമദാനിലാണ് നിന്നിലേക്ക് വലിയ പ്രതീക്ഷയോടെ ഞങ്ങളുടെ കൈകൾ ഉയർത്തിയത്. അല്ലാഹ് നീ സ്വീകരിക്കണേ, അല്ലാഹ് സ്വീകരിക്കണേ റഹ്മാനേ. ഇനിയുള്ള ഞങ്ങളുടെ ജീവിതം തെറ്റുകളില്ലാത്ത ജീവിതമാക്കി തരണേ അല്ലാഹ്. ഹറാമുകളില്ലാത്ത ജീവിതമാക്കി തരണേ അല്ലാഹ്. തോന്നിവാസങ്ങളില്ലാത്ത ജീവിതമാക്കി തരണേ അല്ലാഹ്. പരമാവധി ഹബീബായ തങ്ങളെ ഇത്തിബാഅ് ചെയ്യാനുള്ള വലിയ തൗഫീഖ് നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ പരമാവധി സുന്നത്തുകളെ ഭാഗമാക്കാനുള്ള അവസരം നൽകണേ റഹ്മാനേ. അല്ലാഹുവേ ഇനിയുള്ള ഞങ്ങളുടെ ജീവിതം എത്ര കാലമുണ്ടെന്ന് ഞങ്ങൾക്കൊരു നിശ്ചയവുമില്ല. ഞങ്ങളുടെ കൂടെ നല്ല ആരോഗ്യത്തോടെ ജീവിച്ച പലരും നിന്നെ വിളിക്കുത്തരം ചെയ്ത് ഖബറിലാണല്ലോ. അല്ലാഹ് ഇത് ഞങ്ങളുടെ അവസാനത്തെ റമദാനാണോ കഴിഞ്ഞു പോകുന്നത് എന്ന് അറിയില്ല. അല്ലാഹുവേ ഞങ്ങൾക്ക് ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഇത് അവസാനത്തെ റമദാനാക്കല്ലേ റഹ്മാനേ. ഞങ്ങളാക്കിയ നിങ്ങളെ പലരും ഇന്ന് ഖബറിലാണ് റഹ്മാനേ. പഠിച്ചവനെ ഈ വിനീതന്റെ പ്രിയപ്പെട്ട ഉപ്പാടക്കം ഇവിടെയുള്ള പലരുടെയും ഉമ്മമാർ ഇന്ന് ഖബറിലാണ്. അല്ലാഹുവേ അവര് പ്രയാസപ്പെട്ടപ്പോൾ, സാമ്പത്തികമായി വലിയ ഞെരുക്കങ്ങൾ അനുഭവപ്പെട്ടപ്പോൾ അതൊന്നും ഞങ്ങളെ അറിയിക്കാതെ ഞങ്ങളെ ഇൽമിന്റെ മേഖലയിലൊക്കെ ചെലവഴിച്ച കാരണമാണ് അല്ലാഹ് ഞങ്ങൾ ഇത്ര അന്തസ്സോടെ ജീവിക്കുന്നത്. അല്ലാഹ് ഞങ്ങളിവിടെ പറഞ്ഞ ഇൽമിന്റെ ഓരോ ഹർഫുകളുടെയും സവാബ് അവരെ ഖബറിൽ നീ 10 മടങ്ങായി എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. പഠിച്ചവനെ ഹയാത്തിലുള്ള മാതാപിതാക്കൾ ഉസ്താദന്മാർക്ക് ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. നല്ല ഹിമ്മത്ത് നൽകണേ അല്ലാഹ്. പഠിച്ചവനെ പ്രത്യേകിച്ച് ഞങ്ങളുടെ സുൽത്താനുൽ ഉലമാ, മഹാനായ റഈസുൽ ഉലമാ, അതുപോലെ ബദറുസ് സാദാത്ത്, അതുപോലെ മഹാന്മാരായ ഞങ്ങളുടെ ഉസ്താദുമാർ എല്ലാവർക്കും ദീർഘായുസ്സ് ആഫിയത്തോടെ ഹിമ്മത്തോടെ ഇസ്സത്തോടെ ഏറ്റി നൽകണേ അല്ലാഹ്. അവരെ തണലിലായി ദീർഘകാലം സുന്നത്ത് ജമാഅത്തിനെ ഖിദ്മത്ത് ചെയ്യാൻ ഞങ്ങൾക്കും അവസരം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ മാരകമായ രോഗം ഞങ്ങൾക്ക് നൽകല്ലേ റഹ്മാൻ. ക്യാൻസർ തരല്ലേ അല്ലാഹ്, ക്യാൻസർ തരല്ലേ അല്ലാഹ്. അറ്റാക്ക് രോഗികളാക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ കിഡ്നി ഫെയിലാക്കി കളയല്ലേ അല്ലാഹ്. മരിക്കുന്നത് വരെ നല്ല ആഫിയത്ത് നിലനിർത്തി തരണേ അല്ലാഹ്. ഇഷ്ടക്കാർക്ക് പോലും അനിഷ്ടം വരുന്ന രൂപത്തിൽ ഞങ്ങളെ കിടത്തിക്കളയല്ലേ അല്ലാഹ്. അല്ലാഹ് ഞങ്ങളെ ഭാര്യ സന്താനങ്ങളെ കൂട്ടുകുടുംബക്കാർ ഞങ്ങളെ സ്നേഹിക്കുന്നവർ ഞങ്ങളോട് സഹകരിക്കുന്നവർ അതുപോലെ ഞങ്ങളുടെ സഹപ്രവർത്തകരെ കൂട്ടുകാർ എല്ലാവർക്കും നീ വലിയ ഖൈർ നൽകണേ അല്ലാഹ്. പഠിച്ചവനെ മക്കളില്ലാത്തവർക്ക് നീ നല്ല മക്കളെ നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി നൽകണേ അല്ലാഹ്.
ഒരാളിരുന്ന കാലം അവൻ എന്റെ കൂടെ അർശിന്റെ ചുവട്ടിലുണ്ടാകുമെന്ന് മുത്തുനബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹ് അതിന് ഞങ്ങൾക്ക് യോഗ്യത എന്ന മജ്‌ലിസാക്കി ഈ മജ്‌ലിസിനെ നീ കബൂലാക്കണേ അല്ലാഹുവേ. ഞങ്ങളെ മക്കള് പലരും പരീക്ഷ എഴുതുന്നവരാണ്, ഞങ്ങളെ മുതല്ലിമീങ്ങൾ പലരും പരീക്ഷ എഴുതുന്നവരാണ്. നല്ല വിജയം നൽകണേ അല്ലാഹ്, നല്ല വിജയം നൽകണേ അല്ലാഹ്. അവസാനം ഈ നോമ്പുകാരായി അല്ലാഹ് ഞങ്ങൾക്ക് നിന്നോടൊരാഗ്രഹം കൂടെ ചോദിക്കാനുണ്ട്. ചോദിക്കാൻ അർഹതയുമില്ല എന്ന 100% ബോധ്യവുമുണ്ട്. എന്നാലും ഞങ്ങളെ ആഗ്രഹങ്ങൾ നിന്നോടല്ലാതെ വേറെ ആരോട് പറയാനാ? അല്ലാഹുവേ, ഞങ്ങൾക്ക് എപ്പോഴാണ് നീ മരണം കണക്കാക്കിയതെന്നറിയില്ല. എപ്പോഴാണോ നീ ഞങ്ങൾക്ക് മരണം കണക്കാക്കിയത് ആ സമയത്ത് ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് നീ മദീനയിലൊന്ന് എത്തിച്ചു തരണേ റഹ്മാനേ, മദീനയിലൊന്ന് എത്തിച്ചു തരണേ അല്ലാഹ്. മുത്തായ തങ്ങളെ കിടക്കുന്ന ആ മദീനയിൽ കിടക്കാനുള്ള ഒരു യോഗ്യതയും ഞങ്ങൾക്കില്ല. എന്നാലും ആ മണ്ണിൽ കിടക്കുന്ന ബറക്കത്ത് കൊണ്ടെങ്കിലും ഞങ്ങളൊന്ന് രക്ഷപ്പെട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയാ. അവസരം നൽകണേ അല്ലാഹ്, അവസരം നൽകണേ അല്ലാഹ്. മുത്തുനബിയുടെ പച്ചക്കുമ്പക്ക് തട്ടുന്ന അതേ കാറ്റ് തട്ടുന്ന ഒരു മീസാൻ കല്ല് കിട്ടുക എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയൊരു ഭാഗ്യം നിങ്ങളെ വേറെ കാണുന്നില്ല. അല്ലാഹുവേ, നീ വല്ലാത്ത ഔദാര്യവാനാണല്ലോ, ചോദിക്കുന്നത് വല്ലാത്ത ഇഷ്ടമുള്ളവനാണല്ലോ. നീ ഞങ്ങൾക്ക് അവസരം തരണേ അല്ലാഹ്. ഒരാളും തിരിഞ്ഞു നോക്കാത്ത ഖബറിൽ ഞങ്ങളെ കൊണ്ടുപോയി കിടത്തല്ലേ അല്ലാഹ്. ഒരു സലാം പറയാൻ പോലും ആളില്ലാത്ത അവസ്ഥയില് ഞങ്ങളെ നീ വശറാക്കല്ലേ അല്ലാഹ്. മരണം വരെ ഇൽമുമായി ശുവലാവാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. പഠിച്ചവനെ, ഈ പള്ളിയുടെ ഖാദിമീങ്ങളായ ആളുകളുണ്ട് ഇവിടെ, നല്ല നിലയ്ക്ക് ഇമാമത്തും അതുപോലെ വാക്കിനൊക്കെ നേതൃത്വം നൽകുന്ന ഉസ്താദുമാരുണ്ട്, അതുപോലെ നിന്റെ കമ്മിറ്റി ഭാരവാഹികളുണ്ട്, ഇതിനോട് സഹായിക്കുന്ന സഹകരിക്കുന്ന നാട്ടുകാരുണ്ട്. എല്ലാവർക്കും നീ വലിയ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ ഇതിലും വലിയ സന്തോഷത്തോടെ ആനന്ദപ്പൂവായ മുത്തുനബിയോടുകൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് അല്ലാഹ് നിന്റെ ഹബീബിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണേ അല്ലാഹ്. ഞങ്ങളുടെ നേതാവിനെ ഒന്ന് കാണിച്ചു തരണേ അല്ലാഹ്. റസൂലുള്ളാഹിനെ